അമ്മേ, ഞാൻ പാടത്ത് പോയി വരട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ വീടിനടുത്തുള്ളൊരു തോട്ടിലേക്കാണ്. അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. കണ്ടോ, നിറയെ വെള്ളമാണ്. ഞാൻ അവിടെ ഒരു വല ഇട്ടിട്ടുണ്ട്. നമുക്കതിൽ മീൻ വല്ലതും കുടുങ്ങിയോ നോക്കാം. ഓക്കെ, എന്നാൽ നമുക്കൊന്ന് പോവാം. ഈ കാണുന്നതാണ് തോട്. ഇതിലേതാ തോട് പാടൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. കാരണം പാടത്തും തോട്ടിലൊക്കെ വെള്ളം കയറി നിൽക്കുകയാണ്. അതുകൊണ്ട് തോട് ഏതാണെന്ന് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ പൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് ഇവിടെയുള്ള പാടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനുള്ള കനാലാണിത്. അപ്പോൾ ഇതിന് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വെള്ളം പമ്പ് ചെയ്യാറില്ല. വേനൽക്കാലത്ത് റയറായിട്ട് മാത്രമേ വെള്ളം വരാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ പൊതുവെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ നടന്നു പോകാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പേരൊക്കെ എഴുതി വെക്കാറില്ല. അതുപോലെ പയ്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട് പേരുകളൊക്കെ. വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇപ്പുറത്തെത്തി. അയ്യോ, ഇവിടെ സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഇനി നമുക്ക് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കിടക്കണം. അപ്പോൾ അതിന് നമ്മളിത് മുറിച്ച് കിടക്കണം. ഈ വെള്ളത്തിലൂടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണം. ഇവിടെ അയ്യോ, വേലിക്കല്ലിൽ കണ്ടില്ലേ, വേലിക്കല്ല് മുഴുവൻ വെള്ളം മൂടാറായിട്ടുണ്ട്. നല്ല ആഴം ഉണ്ടാവും മിക്കവാറും. അപ്പോൾ ഞാൻ വെള്ളത്തോട്ട് ഇറങ്ങുകയാണ്. ശരിയാ, എൻ്റെ കഴുത്തിൻ്റെ അത്രയും വെള്ളമുണ്ട് ഇവിടെ. ഇവിടുന്ന് പതിയെ അപ്പുറത്തേക്ക് ഇങ്ങനെ പോകണം. നല്ല തണുപ്പുണ്ട്, നല്ല ഒഴുക്കുമുണ്ട്. അപ്പോൾ ഞാൻ പതിയെ ഇങ്ങനെ പോവാണ്. എന്തായാലും നീന്താൻ പറ്റില്ല, കയ്യിൽ ഫോണുണ്ട്. ഞാൻ പതിയെ നടന്നു പോവാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടമാണിത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വേനൽക്കാലത്ത് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്ന ഒരു ഗ്രൗണ്ടാണിത്. അപ്പോൾ തോട്ടിൽ മഴ പെയ്ത് വെള്ളം കൂടിയിട്ട് ആ വെള്ളം മുഴുവൻ ഇങ്ങോട്ട് കയറിയതാണിത്. അതാണ് ഇങ്ങനെ ഇത്രയും വെള്ളം വരാൻ കാരണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് എൻ്റെ മുട്ടിനേക്കാൾ കുറച്ച് മുകളിലോട്ട് വെള്ളമുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ട് എന്താ ഈ വെള്ളത്തിനൊക്കെ ഈ കളറുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്തിന് നടുവ് കൂടെയാണ് ഈ തോട് വരുന്നത്. അപ്പം പാടത്തുള്ള ചളിയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കളറായിട്ട് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണത്. ആ കാണുന്ന അറ്റത്ത് കാണുന്ന അതാണ് തോട്. ദൈവമേ, വല്ല പെരുമ്പാമ്പ് ഉണ്ടാവുമോ എന്തോ. സാധാരണ ഇങ്ങനെ മഴക്കാലത്ത് ഇവിടുന്ന് പെരുമ്പാമ്പിനൊക്കെ പിടിക്കാറുണ്ട് ഓരോരുത്തർ. പെരുമ്പാമ്പൊക്കെ വരാറുണ്ട്. കാരണം ഇത് മലയുടെ മുകളിൽ നിന്ന് വെള്ളം വരുന്നതുകൊണ്ട് അവിടുന്ന് വെള്ളത്തിൻ്റെ കൂടെ പെരുമ്പാമ്പൊക്കെ കുത്തി ഒലിച്ച് വരും. അപ്പോൾ ഇവിടെ കാണുന്ന ഈ 4 ബോൾ കണ്ടില്ലേ, പച്ച കളർ, 1 2 3 4 ബോൾ, ഇതാണ് വല. ഞാനിത് രാവിലെ ഒന്ന് വന്ന് പൊക്കി നോക്കിയിരുന്നു. അപ്പോൾ കുറച്ച് മീനൊക്കെ കിട്ടി. അപ്പോൾ ഇപ്പോൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. മീൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്കൊന്ന് പൊക്കി നോക്കാം അല്ലേ. കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകും. ഇവിടെ 2 ആൾക്ക് ഉയരത്തിൽ വെള്ളമുണ്ട്. ഇവിടെ നല്ല ആഴമാണ്. മീനുണ്ടല്ലോ. ഈ മീൻ ഇവിടെ പരലെന്ന് പറയേ. അപ്പോൾ കുറച്ച് മീൻ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളം കൂടുമ്പം പുഴയിൽ നിന്നാണ് ഈ മീനുകൾ മുഴുവൻ കയറി വരുന്നത്. എല്ലാം പരലുകളാണ്.
മഴയ്ക്ക് നല്ല ശക്തി കൂടുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് അപ്പുറത്തേക്ക് കിടക്കാം. വെള്ളം എങ്ങാനും കൂടിക്കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഇപ്പോഴത്തെ നല്ല ആഴമുണ്ട്. ഇനിയിപ്പോൾ മഴ കൂടിക്കഴിഞ്ഞാൽ, വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അക്കരയ്ക്ക് പോലും നടക്കൂല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അക്കരയ്ക്ക് പോവാം. ആ 4-5 കിട്ടി. നിനക്ക് കിട്ടിയോ? അപ്പുറത്തൊക്കെ ഓരോരുത്തർ വല ഇട്ടിട്ടുണ്ട് മീൻ പിടിക്കാൻ. ഈ മഴക്കാലം വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. രാത്രി വരെ വല ഇട്ടിട്ട് മീൻ പിടിക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ. ടോർച്ചടിച്ചും ഒക്കെയാണ്, പന്തം കത്തിച്ചൊക്കെയാണ് മീൻ പിടിക്കാൻ വരുന്നത്. അങ്ങനെ ഇക്കരെ എത്തി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മഴക്കാലം ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയോടെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ബൈ, സൈനിങ് ഓഫ് മനു.